ജിനു വി എബ്രഹാം എഴുതിയ നല്ല ഫ്രഷ് കഥയോടെ വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ഖലീഫ. ഈ സിനിമ ഈ പടം തൻ്റെ അല്ലാത്ത കാരണത്താൽ സ്മഗ്ലറാവേണ്ടി വന്നിരുന്ന ഒരു പാവം പയ്യൻ്റെ കഥയാണ് ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, ഇതിനപ്പുറത്ത് ഒരു വില്ലൻ ടീമുണ്ടാവും, അവരുടെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ടീമുകളുണ്ടാവും. അവർ തമ്മിൽ ആസ് യൂഷ്വൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് തന്നെ സിനിമ. ഈ പടം പിന്നെ പൃഥ്വിരാജ് ഫാൻസിന് കാണാം. കാരണം പൃഥ്വിരാജിന് അമ്മാതിരി ലുക്കിലെടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു നായകൻ നമ്മൾ ഇങ്ങനെ ഭംഗിയായിട്ട് പോർട്രേറ്റ് ഇല്ല. അത് ഏത് കാലഘട്ടം, പല കാലഘട്ടത്തിലുള്ള പൃഥ്വിരാജിനെ കാണിക്കുന്നുണ്ട്. എല്ലാത്തിലും അന്യായ ലുക്കും അന്യായ സ്ക്രീൻ പ്രസൻസും. ഇപ്പം താൻ തോന്നിയില്ല പൃഥ്വിരാജിനെ എടുത്തിട്ടിട്ട് ഇതിൻ്റെ ഫോട്ടോയും കൂടി സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പുണ്ടെന്ന് ഒരുത്തനും പറയില്ല. അജ്ജാതി ലുക്ക്. പിന്നെ അതിനനുസരിച്ചുള്ള സ്ലോ മോഷൻ, ഇയാൾ കോട്ടിട്ട് നടക്കുന്ന പരിപാടി, അതൊക്കെ ഉണ്ട് ഫാൻസിന് കൈയടിക്കാനുള്ളത്. പുതിയ മുഖത്തിൽ ഒരു എൻട്രി ഉണ്ടല്ലോ, അതുപോലെ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം കാണും, അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ വരും അതൊരു 10-25 ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഫൈറ്റ്സ് അത്യാവശ്യം നല്ല ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കയറി അടിക്കുന്ന ഒരു ഫൈറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഡിഫൻസ് അത് പൃഥ്വിരാജിലില്ല, പക്ഷേ അതിൽ പെർഫോം ചെയ്ത ആക്ടർ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാൾ. അത് കിടില ഫൈറ്റായിരുന്നു. അതുപോലെ 1-2 ഫൈറ്റുകൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഫൈറ്റിലേക്ക് കൊടുക്കുന്ന ബിൽഡപ്പ്, ഇമോഷണൽ കണക്ഷൻ, ഹൈ മൊമെൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിൽ ഒരു സീൻ തുടങ്ങുമ്പം ഇതെന്തിലേക്ക് വേണ്ടി ചെയ്തിരിക്കണം, അത്രയും ക്ലീഷേഡായിട്ടുള്ള ഒരു സീനാണ് ഓരോ സീനും എഴുതി വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 2 പേര് കാറിൽ പോകുന്ന സമയത്ത് പൃഥ്വിരാജ് ഫോൺ വിളിച്ച് സുഖമാണെന്ന് ചോദിക്കും. അപ്പോഴേ നമുക്കറിയാം ഇതെന്താ സംഭവിക്കാൻ പോണേന്ന്. അങ്ങനെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ, അത് ടെക്നിക്കൽ സൈഡ് കിടിലം വർക്കുകളുണ്ട്. സിനിമോട്ടോഗ്രഫിയിൽ നല്ല പരിപാടിയുണ്ട്. ഒരു സീനുണ്ട്, അതായത് സ്വർണം, ഇവരുടെ പരിപാടി സ്വർണം കള്ളക്കടത്ത് കൊണ്ടുവരുന്ന സംഘങ്ങളുണ്ട്, ആ പൊട്ടിക്കൽ സംഘങ്ങളുണ്ട്, മറ്റേ അർജുനായകി അകത്ത് കിടക്കുമ്പോഴത്തെ ആ കേസുകൾ. അപ്പോൾ ഇതിൽ പല ടൈപ്പ് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. സ്മഗ്ലിങ് ചിലയിടങ്ങളിൽ കാണിച്ചത് വളരെ നന്നായിരുന്നു. ഒരു പോയിന്റിൽ ഒരു ഗോൾഡിനെ വേറൊരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത് ഒരൊറ്റ സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു പരിപാടിയാണ്. അത് കിടിലം വർക്കായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 1-2 മൊമെൻറ്റ്സ് കിടിലൻ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. കുറേ ഈ സ്വർണ്ണം കടത്തുന്ന പല വിധങ്ങൾ നമ്മൾ അയൺ സിനിമയിലൊക്കെ മറ്റേ ചെയ്തു വെച്ച പോലെ കുറച്ച് പരിപാടികൾ ഇതിൽ അവിടെ ചെയ്തിട്ടുണ്ട്. കുറേയൊന്നും ലോജിക്കില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പോയിട്ട് ഈ സ്വർണ്ണം പൊട്ടിക്കൽ, സ്വർണ്ണം കടത്ത്, അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കഥാപാത്രം രഞ്ജി പണിക്കറാണ് ചെയ്തിരിക്കുന്നത്. രഞ്ജി പണിക്കർ മൊത്തത്തിലൊരു ഇങ്ങനെ ഈ ഭാവമാണ് ഈ സിനിമയിൽ മൊത്തം. പക്ഷേ ഈ ഭാവത്തിരുന്നുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റിൽ ഇയാൾ ചിരിക്കുന്നുണ്ട്. അത് വളരെ കഷ്ടപ്പെട്ടാണ്. അങ്ങനത്തെ ഏറ്റവും വലിയ കോമഡി പീസ് എനിക്ക് പറഞ്ഞ് തോന്നിയത് രഞ്ജി പണിക്കരാണ്. ഇൻ്റർവൽ ബ്ലോക്ക്, ഹെവി ഇൻ്റർവൽ ബ്ലോക്കാണ്. രഞ്ജി പണിക്കരുടെ കഥാപാത്രം പ്രസവിക്കുന്നതാണ് ഇൻ്റർവൽ ബ്ലോക്ക്. ഇൻ്റർവൽ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ആ പ്രസവ ശുശ്രൂഷ നടക്കുന്നതാണ്. സർക്കാസ്റ്റിക്കലി പറയുകയാണ് ഇങ്ങനെയല്ല, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ അതിൽ ഇട്ട് ഇഴച്ച് ഒരുപാട് ആവശ്യമില്ലാത്ത, ഒട്ടും പുതുമയില്ലാത്ത ഒരു ഇത് വെച്ചിട്ട്, പക്ഷേ ടെക്നിക്കലി മികവുണ്ട്. ഈ ജെയ്ക്സ് ബിജോയിൻ്റെ സ്കോറൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരുന്ന് പോകും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇതൊരു ഇൻ്റർവൽ ബ്ലോക്കിനകത്ത് ഒരു വലിയ സംഭവം വരാൻ പോകണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതാണ് പ്രസവമാണുള്ളത്. പിന്നെ ഇനി ഇതങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കോൺഫ്ലിക്റ്റ് വരണ്ടേ, ഒന്നുമില്ല. അതിൽ വില്ലൻ ആയിട്ട് മെയിൻ നെഗറ്റീവ് റോളിൽ വരുന്നത് നമ്മുടെ നിതിൻ മുകേഷാണ്. തുപ്പാക്കിന്ന് അതുപോലെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞുകൊണ്ട് കുറച്ചൊരു താടി വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്ത് തന്നെ. മലയാളമൊക്കെ പുള്ളി പറഞ്ഞു, മലയാളിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, ഹാരിസ് എന്ന് പറഞ്ഞിട്ട്. അത് വേറെ കോമഡി പീസ്. ഈ കോമഡി പീസുകളൊക്കെ ഇങ്ങനെ കാണിച്ച് പിന്നെ ഇനി ഈ പടത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വരുന്ന ഒരു സീൻ എങ്ങനെ ഉണ്ടാവും, അത് എങ്ങനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇരുത്തി മടിപ്പിക്കും. ഇങ്ങനെ ഇപ്പം വരും. ഞാൻ നോക്കുമ്പോൾ പടം തീരാൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇനി എപ്പോൾ ലാലേട്ടനെ കാണിക്കാൻ വെച്ചിരിക്കണേ, ഇങ്ങനെ നോക്കി നീണ്ടു പോയി. പക്ഷേ ലാലേട്ടൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, ലാലേട്ടൻ വരാൻ പോണ സീൻ ഇങ്ങനെയായിരിക്കും എന്ന് നമ്മളൊരു മുൻധാരണ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന പരിപാടികളാണ്, എന്നിട്ട് ലാലേട്ടൻ പോകും എന്നുള്ളൊരു സാധനം മമ്പറത്ത് അഹമ്മദ് ഹാജിക്ക് തുടക്കം മുതലേ ബിൽഡപ്പ് ഉണ്ട്. അങ്ങനെ ബിൽഡപ്പ് വരുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും കാണിക്കുക എന്നുള്ളത് നമുക്ക് ധാരണ കിട്ടി. പക്ഷേ അതിനെ പൊളിച്ചേട്ടാ, അത് നമ്മൾ വിചാരിക്കും പോലെ അല്ല ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തുമ്പം ഇനിയിപ്പോൾ ലാലേട്ടനെ കാണിക്കുന്ന പറയുമ്പോൾ ഇതൊക്കെ എന്താടാ ഇത്രയും കാലം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇതെങ്ങനെ കാണിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ്റെ എൻട്രി അതൊരു ഗംഭീര സാധനമായിരുന്നു. അത് ലുക്ക് മാത്രമല്ല, ഈ വന്നിട്ട് 2 ഡയലോഗ് അടിക്കുക. ഡയലോഗ് എന്തെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ക്ലോസ്നെസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫേസിൻ്റെ ക്ലോസ്നെസ് കിട്ടില്ല ഹൈ. എനിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു ഹൈ മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ വന്നപ്പോൾ ഒരു എൻട്രിയാണ്. മേ ബി ഫാനായോണ്ടായിരിക്കാം. പക്ഷേ സാധാരണ ഒരു സിനിമയിൽ വന്ന് നിന്നിട്ട് കോമാളിയാക്കി വിടും പോലെ ഇതിൽ ചെയ്തിട്ടില്ല ക്യാമിയോ.
ആ ഒരു രസമായിരുന്നു അത് ആ എൻട്രി അത് കിട്ടുമായിരുന്നു. അത് മാത്രമല്ല ആ ഒരു എൻഡ് പോർഷൻ, സിനിമയുടെ ആ എൻഡ് പോർഷൻ അതുവരെയുള്ള സിനിമയ്ക്ക് ഒന്നും ബന്ധമില്ല, അത്രയും സീൻ മാത്രം എടുത്ത് വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗൂസ്ബംസ് അടിക്കും. സിനിമ മുമ്പ് എന്താ തേങ്ങയാവട്ടെ ഒരു വിഷയമില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ എൻഡ് പോർഷൻ അത്രയും മാത്രം നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ഗൂസ്ബംസ് കിട്ടും. അതാണ് ഈ സിനിമയെക്കുറിച്ച് തോന്നുന്നത്. അല്ലാതെ വേറെ ഒരു പുതുമയോ ഒന്നുമില്ലാത്ത ക്ലീഷേഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ. കുറച്ച് ഫൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, ബാക്കി ടെക്നിക്കൽ സൈഡ് പരിപാടിയൊക്കെ കൊള്ളാം, എഡിറ്റിംഗ് നല്ല എഡിറ്റിംഗ് ആണ്, കട്ട്സ് ഉണ്ട്, നല്ല ഫ്രെയിംസ് ഉണ്ട്, അതൊക്കെയുള്ളൂ. വേറെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു അടി പൊട്ടണ സമയത്ത് അടി പൊട്ടണോ നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ അടി പൊട്ടണത്. ഇത് അടിച്ചാൽ എന്തൊരു കൊന്നാ എന്തൊരു ചത്താ എന്തെന്നുള്ളൊരു മൈൻഡ് സെറ്റായിപ്പോയി. ഈ പടത്തിൽ ഇന്ദ്രൻസ് ഉണ്ട്. ഇന്ദ്രൻസ് ഞാൻ വിചാരിച്ചു തള്ളുമൂപ്പൻ്റെ ക്യാരക്ടറായിരിക്കും, ഒന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇന്ദ്രൻസ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മാളവിക ശർമ്മയാണെന്ന് തോന്നുന്നു നായികയുടെ വേഷം ചെയ്തത്, എനിക്ക് ഉറപ്പില്ല. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനായിരുന്നു, ഡയലോഗ് തന്നെ ഉണ്ടോ സംശയമാണ്. രഞ്ജിത്ത് വേലായുധൻ ഒരു ലിസണറിൻ്റെ വേഷം കിട്ടിയിട്ടുണ്ട്. സഞ്ജു ശിവരാമനുണ്ട്, ഷമ്മി തിലകനുണ്ട്. സഞ്ജു ശിവരാമൻ നല്ല റോളുണ്ട് ത്രൂ ഔട്ട്. പിന്നെ പഴയ നടി മോഹിനി തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ജോയ് മാത്യു, ആനന്ദ് മന്മഥൻ, ജയരാജ് വാര്യർ, ജോൺ വിജയ് എന്തിനോ വന്നിട്ട് പോയിട്ടുണ്ട്. ജോൺ വിജയ്, സന്തോഷ് കീഴാറ്റിങ്കൽ, സുധീർ കരമന, സാദിക്കൊക്കെ ചുമ്മാ ഫ്രെയിംസിൽ കുറച്ച് ആൾക്കാർ നിൽക്കട്ടെ, അതിനു വേണ്ടി അത് എന്താണ് ക്യാരക്ടർ എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ കുറേ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ സീൻ ബൈ സീൻ പ്രഡിക്റ്റബിലിറ്റിയും ഒരു പുതുമയില്ലാത്ത ഒരു ഫിലിം മേക്കിങ്ങും അതിനെ പലയിടത്തും നമുക്ക് കല്ലുകടിയാവുന്നുണ്ട്. ഇനി ഈ സീൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കാണിക്കാനാണെന്ന് തുടക്കപ്പോഴേ മനസ്സിലാവൂടെ. മിക്ക സീനിൽ ഇതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് കാണിക്കണം, വൃത്തിയായ സ്ലോ മോഷൻ നടക്കണം, അതൊക്കെ തന്നെ. അല്ലാതെ ഒരു ഇമോഷണൽ ഹുക്ക് ഒന്നും ഇല്ലാത്ത ഒരു ഫ്ലാറ്റ് സിനിമ. അവസാനത്തെ ഒരു 5-10 മിനിറ്റ് തിയേറ്ററിക്കൽ ഹൈ മൊമെൻ്റ് ഉണ്ട്. നിസാൻ്റെ പുതിയ വണ്ടി ടെക്നോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കരിക്കകത്ത് നിസാൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനൊരു സഹായമായിരിക്കും. അത് പറഞ്ഞിട്ട് നല്ല വണ്ടിയാണ് കേട്ടോ, ചുമാറനല്ല, ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, നല്ല വണ്ടിയാണ്. നമ്മളൊരു കാർ വാങ്ങിയാൽ നോക്കണമെങ്കിൽ ഒന്ന് പരിഗണിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ 2ാമത്തെ ചാനൽ വരുന്നുണ്ട്, താല്പര്യമുള്ളവർ അങ്ങോട്ട് പോവുക. ബൈ ബൈ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.